അധ്യായം 5. മൂന്നാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുൻപിൽ ചെന്നു നിന്നു. രാജാവ് കൊട്ടാരത്തിൽ വാതിലിന് നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അവൻ അവളിൽ പ്രസാദിച്ചു. തൻ്റെ കയ്യിലിരുന്ന സ്വർണ്ണച്ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. അധ്യായം 15. മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു. രാജകീയമായ അലങ്കാരങ്ങൾ അണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് 2 തോഴിമാരെയും കൂട്ടി അവൾ നടന്നു. ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി. അപര പിന്നിൽ നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിൻ്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു. അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു. സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു. വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്നു നിന്നു. സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അവൻ്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു. തേജസ് കൊണ്ട് അരുണമയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി. രാജ്ഞിയാകെ തളർന്നുപോയി. വിളറി ബോധം കെട്ട അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി. അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി. സാന്ത്വന വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എസ്തേർ, എന്താണിത്? ഞാൻ നിന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കൂ, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ. അടുത്തു വരിക. അവൻ സ്വർണ്ണച്ചെങ്കോലുയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു. അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നോട് പറയൂ. അവൾ പറഞ്ഞു, എന്റെ നാഥ, അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ ദൂതനെ പോലെയാണ്. അങ്ങനെ എന്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി. എന്റെ നാഥ, അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. രാജാവ് അത്യന്തം പരിഭ്രമിച്ചു. അവന്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അധ്യായം 6. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പടിവാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ടന്മാരുമായ ബിക്താനയും തേരഷും അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദെഖായി അറിയിച്ചതും അതിലെഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിനെന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മൊർദെഖായിക്ക് നൽകിയത്? രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു, അവനൊന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മൊർദെഖായിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവൻ അകത്തു വരട്ടെ. അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീഥിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിക്കലിരിക്കുന്ന മൊർദെഖായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മൊർദെഖായെ അണിയിച്ചൊരുക്കി. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച്
അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീഥിയിലൂടെ കൊണ്ടു നടന്നു. അനന്തരം മൊർദെഖായി രാജാവിന്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു, നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ? ആ മൊർദെഖായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവന്റെ മുൻപിൽ വീഴും, തീർച്ച. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിന്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. അധ്യായം 7. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി തന്നെ ആയാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ? അവൻ എവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു. രാജാവ് വിരുന്നു നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തന്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എന്റെ കൊട്ടാരത്തിൽ വച്ച്, എന്റെ മുൻപിൽ വച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഡന്മാരിലൊരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കടുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു. അധ്യായം 8. അന്ന് അഹസ്വേരൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായെ ഹാമാന്റെ ഭവനമേൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണച്ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിന്റെ മുൻപിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാഥായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിന്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രവെക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്രവയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം
രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് അത് എഴുതിയത്. ഇത് അഹസ്വേരൂസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്രവെച്ചു. രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്തു കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ ആദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളുമടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി. അധ്യായം 16. കത്തിന്റെ പകർപ്പ്. മഹാരാജാവായ അഹസ്വേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മയറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകി വശാകുന്നു. എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കല്പിക്കുന്നു. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുക്കാര്യങ്ങളുടെ ഭരണമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവെച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു. അയോഗ്യമായ അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും. ഹമ്മേദാഥയുടെ മകനും മക്കദോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയയേതും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി. ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിന്റെ ഫലം അനുഭവിച്ചു. നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിന്റെ 2-ാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു. എന്നാൽ അഹങ്കാരമടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി. കാപട്യവും കൗടില്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരമുപകാരിയുമായ മൊർദെഖായിയെയും നമ്മുടെ നിഷ്കളങ്കയായ സഹധർമ്മിണി എസ്തേറിനെയും അവരോടൊപ്പം അവരുടെ ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. ഇങ്ങനെ നാം അരക്ഷിതനാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കദോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി. പക്ഷേ അഭിശപ്തനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതന്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ രീതിയിൽ നയിച്ചത് ആ ദൈവമാണ്. ആകയാൽ ഹമ്മേദാഥയുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധുജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു. ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിക്കണം. തങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം.
12-ാം മാസമായ ആദാർ 13-ാം ദിവസം, യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം, അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമായി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ. അങ്ങനെ ഇന്നും എന്നും നമുക്കും വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിന്റെയും ഓർമ്മ ആയിരിക്കട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും. അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതുമായി തീരും. അധ്യായം 9. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം, യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം, യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരൂസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെഖായെ ഭയന്നു. മൊർദെഖായി രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവന്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. പാർഷാൻ ദാഥ, ദാൽഫോൻ, അസ്പാഥ, പൊറാഥ, അദാലിയ, അരിദാഥ, പർമാഷ്ത, അരിസായി, അരിദായി, വൈസാഥ എന്നിങ്ങനെ ഹമ്മേദാഥയുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിന്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യമെന്ത്? അത് നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരം അനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ 10 പുത്രന്മാരെയും കഴിവിലേറ്റട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആദാർ മാസം 14-ാം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയില്ല. രാജാവിന്റെ പ്രവിശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രുഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 75,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആദാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസായിലെ യഹൂദർ 13ഉം 14ഉം ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആദാർ മാസം 14-ാം ദിവസം സന്തോഷത്തിന്റെയും വിരുന്നിന്റെയും വിശ്രമത്തിന്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി ആചരിക്കുന്നത്. മൊർദെഖായി ഇതെല്ലാം രേഖപ്പെടുത്തി. അഹസ്വേരൂസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആദാർ മാസം 14ഉം 15ഉം ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി. വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും
ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അതാചരിക്കണമെന്നും അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മൊർദെഖായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി. കാരണം അഗാഗ്യനും ഹമ്മേദാഥായുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂര് അഥവാ നറുക്ക് ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെയുണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു. ആകയാൽ പൂര് എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂരിം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ 2 ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂരിം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു. അബിഹായിലിന്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായും പൂരിമിനെ സംബന്ധിക്കുന്ന ഈ 2ാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹസ്വേരൂസിന്റെ 127 പ്രവിശ്യകളിലുമുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു. പൂരിമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മൊർദെഖായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരിമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യായം 10. അഹസ്വേരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവന്റെ വീരപ്രവൃത്തികളും മൊർദെഖായിക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മൊർദെഖായി അഹസ്വേരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനുമായിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മൊർദെഖായി പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും. ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ചു രാജ്ഞിയാക്കിയ എസ്തേർ. 2 ഭീകര സത്വങ്ങൾ ഹാമാനും ഞാനുമാണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിനൊന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി 2 നറുക്കുണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവർ ആദാർ മാസം 14ഉം 15ഉം ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം.